ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. സോ എവിടെയാണ് ആദ്യം പറയാൻ? ഇല്ല, പറയില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ അവിടെ എത്തിയ ശേഷം കാണിക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലാണ്. ആൻഡ് ഇതാണ് നമ്മുടെ കമ്പനി പാർട്ടീസ്. സോ ഇതിപ്പോൾ ഷൊർണൂർ ജംഗ്ഷനാണ്. ഞങ്ങൾ മൂല്യമായി ഞങ്ങൾക്ക് ലഞ്ച് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളിപ്പോൾ അത് കഴിക്കുകയാണ്. സോ ഞങ്ങളിപ്പോൾ ട്രെയിനിലെത്തി ആൻഡ് സെറ്റിൽ ആയിട്ടുണ്ട്. സോ ഇപ്പം ഞങ്ങൾ സെറ്റിലായി. ട്രെയിൻ ഓൾമോസ്റ്റ് എത്ര മണിക്കൂർ മുമ്പേ വന്നു? അരമണിക്കൂർ. സോ അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ്. ഐ തിങ്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവും. എന്നിട്ടായിരിക്കും ഞങ്ങൾ ഗോവ. ഇപ്പോൾ ആൾക്കാരുടെ ടീമുണ്ട്, അവർക്കും ഗോവ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ അവർ എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പോൾ ശരി. സോ ഗായ്സ്, ഇപ്പോൾ 5 മണിയാണ്. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സോ ഞങ്ങളുടെ ലഗേജൊക്കെ വേണ്ടിയിട്ട്. സോ ജിത്തു വെയിറ്റ് ചെയ്യാണ്. നമുക്കപ്പോൾ ജിത്തുവിൻ്റെ റിയാക്ഷനും എടുക്കണം. കണ്ടില്ല ജിത്തു. അപ്പോൾ ഞങ്ങൾ റിയലൈസ് ചെയ്തു ഞങ്ങൾ 20 ആണെന്ന്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ റെയിൽവേ ഔട്ട്ഫിറ്റാണ്. ഇവനും ഇതാണ് ഇട്ടിരിക്കുന്നത്. സോ ഗൈസ്, ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട്. സോ അത് പിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് ഞങ്ങൾക്ക് പൈസ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് പോയിട്ടുണ്ട് പൈസ. ഞങ്ങൾ ആദ്യം വർക്ക ബീച്ച്, ഐ ഹോപ്പ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണ്. സോ അവിടെ പോവുകയാണ് ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് കാറ് കിട്ടി. ആൻഡ് ഫോർമാലിറ്റീസ് ഒക്കെ നന്നായിരുന്നു. ഞങ്ങൾ 4 ദിവസത്തിന് ശേഷം പറയാം എങ്ങനെയുണ്ടായിരുന്നു ആ ഫുൾ എക്സ്പീരിയൻസ് കാർ എടുക്കുന്നത്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഒരു ബീച്ചിലേക്ക് പോവുകയാണ്. അറിയില്ല ഇവിടെ അലൗഡാണോ പോണത് എന്ന്, പക്ഷേ വർക്ക ബീച്ച് എന്നാണ് പേര് അപ്പാരൻ്റ്ലി. ആൻഡ് ഇതായിരുന്നു. ഓർഫിർ ഞങ്ങളിപ്പോൾ പോവുകയാണ്. ജിത്തു വല്ലതും പറയാൻ ആഗ്രഹമുണ്ടോ? കണ്ടെത്തിയ നോക്കൂ, ക്യൂട്ട് പട്ടി. ഐ ഹോപ്പ് ഇത് കടിക്കില്ല എന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെയാണ് വർക്ക ബീച്ച്. ആൻഡ് ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആദ്യം ചേച്ചി അതിനെ പേടിക്കുകയാണ്. ആൻഡ് ഇതാണ് വ്യൂ. നിങ്ങൾക്ക് സ്റ്റാർസൊക്കെ കാണാം. സോ ഞങ്ങൾ വിചാരിച്ച് സൺറൈസ് കാണാൻ പറ്റും എന്നാണ്, പക്ഷേ സൺറൈസ് അപ്പാരൻ്റ്ലി 7 മണിക്കാണ്. സോ നമുക്ക് നോക്കാം. സോ ഗായ്സ്, ഇപ്പോഴും ഞങ്ങൾ ബീച്ചിലാണ് വെയിറ്റിംഗ് ഫോർ ദ സൺറൈസ്. നമുക്ക് നമ്മുടെ ജിത്തുവിനോട് ചോദിക്കാം, കെസാ ലഗ് രഹാ യഹാ പേ? ബോറിങ്. അവൻ പറയണ എന്തിനാണ് ഇവിടെ വരുന്നത്, കാലത്തിന് ഇരുന്നാൽ പോലെ. ഗായ്സ്, ഞങ്ങളൊരു കാര്യം ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അതിന് ചേച്ചി എന്നോട് ഇപ്പോഴാണ് പറഞ്ഞത് ബീച്ചിൽ സൺസെറ്റ് ആണ് ആവുകയെന്ന്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് സൺറൈസ് ഉള്ള ബീച്ച്. അത് ഇന്ത്യയിലല്ല. ഞങ്ങളുടെ ഇവിടെയാണ് സൺറൈസ് ആവണത്, ഇവിടെ സൺസെറ്റ് ആണ്. സോ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത്. സോ ഗായ്സ്, ഓൾമോസ്റ്റ് സൺറൈസ് ആയി. ഓൾമോസ്റ്റ് ആണ്, ക്യൂക്കി സൺറൈസ് ഗോവയിൽ 7 o'clock ഉണ്ടാവാറ് സാധാരണ. സോ ഇത് ആദർശിച്ചും ജിത്തുവും അവരവിടെ കളിക്കുകയാണ്. സോ നമുക്ക് പോവാം, പോയിട്ട് നോക്കാം എന്താ അവർ ചെയ്യണത്. മോർണിംഗ് ട്രെയിൻ ആയതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ഫുഡ് പ്ലേസസ് തിരയാൻ നോക്കി, പക്ഷേ ഈ സമയത്ത് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. ഫൈനലി ഞങ്ങൾക്ക് ഈ ദിന എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടി. സോ ഞങ്ങൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റിന്. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇതിനൊക്കെ പോയിരിക്കുകയാണ് വാഷ്റൂമിലേക്കൊക്കെ ചേഞ്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങളുടെ ഫസ്റ്റ് മീലായിരിക്കും ഈ സ്റ്റേറ്റിൽ നിന്ന്. ഈ സ്റ്റേറ്റിൽ ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ചേഞ്ച് ഒക്കെ ചെയ്തു. ഞങ്ങൾ അവിടെ ആ ഹോട്ടലിനായിരുന്നു ചേഞ്ച് ചെയ്തത്. ഹോട്ടലിൻ്റെ പേര് ദിനയാണ്. ദിൻഹ എന്ത് പറയുന്നു. സോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുകയാണ് ഗോവ ചിത്ര
മ്യൂസിയം. സോ അതിൽ ചേച്ചി ഇപ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ചേഞ്ച് ചെയ്തത്. എന്താ ചേച്ചി പറയൂ? ഇന്നലെ ഞാൻ ത്രെഡ് ചെയ്തപ്പം അവരെൻ്റെ ഇവിടുത്തെ പിരികം എടുത്ത് കളഞ്ഞു. അപ്പം എനിക്ക് മുറിപ്പിരുകം പോലെയായി അവസാനം. സോ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ബോയ്സിനെ കാണിച്ചു തരാം. അവർ അവിടെ നിന്ന് എന്തൊക്കെയോ വഴിപാടെന്ന് നടത്തുന്നു തോന്നുന്നത്. ഭാഗ്യത്തിന് അവർക്ക് നമ്മളോട് ദേഷ്യമൊന്നുമില്ല. എന്തിന്? നമ്മൾ വഴി തെറ്റിച്ചു, എപ്പോഴും തുറക്കാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു. നമ്മളും ആദ്യമായിട്ടല്ലേ അവരെ മാതിരി മറ്റൊരാളിങ്ങോട്ട് പോയി, എന്താണെന്നറിയില്ല. ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ് ആൻഡ് ഗോവൻ ട്രഡീഷണൽ അഗ്രേരിയൻ ആർട്ട് ഫോംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള വളരെ ഒരു നല്ല സ്ഥലമാണ്. സോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ ഒരു കണ്ടംപററി മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് ഞങ്ങളുടെ ബ്രിഗാൻസ പെരേര ഹൗസ് ആയിരുന്നു. ഇത് 17th സെഞ്ച്വറിയിൽ പോർച്ചുഗീസ് സ്റ്റൈലിൽ ഉണ്ടാക്കിയൊരു മാൻഷനായിരുന്നു. സോ ഇപ്പോൾ ഇവിടുത്തെ ഫാമിലിയാണ് ഇതിനെ നോക്കി നടത്തുന്നത്. സോ ഇവിടുന്ന് ബെൽജിയൻ ആൻഡ് വെനീസിൽ നിന്ന് കൊണ്ടുവന്നുള്ള ക്രിസ്റ്റൽ ഷാൻഡിലിയേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഫേർണിച്ചേഴ്സൊക്കെ റോസ് വുഡും ടീക്കും ഒക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. ഞങ്ങൾ ആ മാൻഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങളിപ്പോൾ ഇത്തിരി അതിൽ ചേച്ചി ഫുള്ള് തഗ് ചെയ്യാൻ ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഒട്ടും 20 minutes കൂടെ ഉണ്ട് ഡ്രൈവ്. സോറി. സോ ഗൈസ്, ഇവിടെയാണ് ഞങ്ങൾ സോ ഗൈസ് ഞങ്ങളിപ്പോൾ ലക്ഷ്മി ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഇത് വഴിയിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ്. അപ്പൊ ഞങ്ങൾ എടുത്തിട്ട് വന്ന. സോ ഞങ്ങൾ എന്താ ഫുഡ് ഓർഡർ ചെയ്യാന്ന് നമ്മൾ നോക്കുക. സോ ഇതൊരു ട്രഡീഷണൽ ഗോവൻ ഥാലി ആയിരുന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തി കോക്കോ മെലൻസ് അല്ല, കോക്കോ ഹോസ്റ്റൽ. സോ ഇവിടെ 2 റൂം എടുത്തിട്ടുണ്ട്, ഇതും അതുമാണ്. സോ ഇപ്പോൾ ഇത്തിരി ലേറ്റായി ഞങ്ങൾ ഉറങ്ങി നീക്കുമ്പോഴൊക്കെ. അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ആൻഡ് നമ്മൾ പോവാണ് വല്ല ബീച്ചിലേക്ക് വല്ലതും കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് പാലോലിം ബീച്ച് ആൻഡ് ഞങ്ങളുടെ 3 ദിവസത്തെ സ്റ്റേയിൽ ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ബീച്ച്. സോ നിങ്ങൾക്ക് ഗോവയുടെ റിയൽ വൈബ് അറിയണമെങ്കിൽ സൗത്ത് ഗോവയിൽ പാലോലിം ബീച്ച് എന്തായാലും വിസിറ്റ് ചെയ്യണം. സോ രാത്രി ഞങ്ങൾ ഈ ചിക്കൻ ലസാനിയ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഇറങ്ങി. സോ ഇനി ഞങ്ങൾ നടക്കുകയാണ് ബീച്ചിലൂടെ. സോ ഇതാണ് നമ്മുടെ പാർട്ടീസ് ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഐലൻഡ് അവിടെ 80 രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ വന്നിരിക്കുകയാണ് സമീസ് ക്ലാസിക് ഈസി റെസ്റ്റോറൻറ്റ് പാലോലിമിൽ. സോ ഞാൻ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അവൈലബിൾ അല്ല. സോ ഇവര് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര വിശപ്പില്ല. സോ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എന്താ പറയാ, ഞാൻ നിങ്ങൾക്ക് ഹാളിൽ പിന്നെ കാണിക്കാം എന്തൊക്കെയാണ് നമ്മുടെ വാങ്ങിച്ച്. ഭക്ഷണം വന്നിട്ടുണ്ട്. സോ ഇവരൊക്കെ കഴിക്കുകയാണ്. ആൻഡ് നാളെ ഞങ്ങൾക്ക് രാവിലെ ട്രെക്കിന് വേണ്ടിയിട്ട് പോകണം. സോ അതിനും വേണ്ടിയിട്ട് ഞങ്ങൾക്ക്. സോ ഗൈസ്, ഞങ്ങളപ്പോൾ റൂമിലെത്തി. ഇത് ഇപ്പോൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ നിങ്ങൾക്കൊരു ഹോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോൾ. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ആദ്യ ചേച്ചി ഇപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ആതിര ചേച്ചിയും വാങ്ങിച്ചിട്ടുണ്ട് ഇത്തിരി സംഭവങ്ങൾ. സോ ആദ്യം നമുക്ക് എൻ്റെ നോക്കാം. ഓ ആദ്യ ചേച്ചി പാക്ക് ചെയ്തപ്പോൾ കാണിച്ചില്ല ആതിര ചേച്ചി. സോ ഏറ്റവും ആദ്യം ഈ 2 പൗച്ചാണ്. സോ എനിക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നി. ഇതിന് ശേഷം ഞാൻ വാങ്ങിച്ചു ഈ ഒരു വളരെ ക്യൂട്ട് മിറർ. ഇതെനിക്ക് വളരെ ഇഷ്ടമായി. ഒന്നുകൂടി വാങ്ങിക്കായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായി. ആൻഡ് ദെൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഈ ഹെയർ പിൻ സംഭവം. സോ അമ്മയ്ക്ക് ഹെയർ പിൻ വളരെ ഇഷ്ടമാണ്. സോ ഇതാണ്. അതിനുശേഷം ഈ ബ്രേസ്ലെറ്റ്. സോ എനിക്ക് ബ്രേസ്ലെറ്റ് ഇഷ്ടമായി ആൻഡ് ഐ തിങ്ക് അമ്മ ഉപയോഗിക്കും.
സോ അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിക്കാമെന്ന്. സോ അത്രയേ ഉള്ളൂ. പിന്നെ ഇത്തിരി കീ ചെയിൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഡേ ഓൾമോസ്റ്റ് എൻഡ് ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആതിര ചേച്ചി ഇവിടെ കണക്കിടുകയാണ്. സോ ഞങ്ങളുടെ റൂം ഇതാണ് ഗൈസ്, വളരെ നീറ്റ് ആൻഡ് വളരെ ക്ലീൻ. സോ ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ഫുള്ള് ഡേത്ത് എത്രയായി. ഇന്ന് തന്നെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ പകുതി ബഡ്ജറ്റ് പോയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. നാളെ ലോൺ എടുക്കണം, അതായത് മമ്മിയെ വിളിക്കണത്. ആക്ച്വലി ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ബോയ്സിൻ്റെ റൂം കാണാം. ഇതാണ് രാത്രിയത്തെ വ്യൂ. ഇവിടെ ഇതാണ് അവരുടെ റൂം. സോ നമുക്ക് നോക്കാം. ചുമ്മാ അല്ല, ഇതിൻ്റെ വ്ളോഗ്. സോ ഗൈസ് ഇതാണ് അവരുടെ റൂം. നിങ്ങൾക്ക് കാണാം അവരുടെ റൂം എങ്ങനെയാണ്. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, ബൈ.